ശബരിമല സ്വർണ്ണക്കൊള്ളയെ ബന്ധപ്പെട്ട് കേരളം ഉറ്റുനോക്കിയ ഒരാളുണ്ട്, ഡി മണി. അയാളാണ് 4 പഞ്ചലോക വിഗ്രഹം വാങ്ങിയത്. അതിൻ്റെ പണം ഡി മണി തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് കൊടുത്തു. അത് ശബരിമലയിലെ ദേവസ്വം ബോർഡിലെ ഉന്നതനായ ഒരാൾ ഡി മണിയും പോറ്റിയും ഉണ്ടായിരുന്നു. പണം കൈമാറ്റം ചെയ്തു. ഡി മണിയെ തപ്പി SIT ഇറങ്ങി. ആ ഡി മണി എന്നുള്ള വിവരം കൊടുത്തത് രമേശ് ചെന്നിത്തലയുടെ സുഹൃത്ത്, പ്രവാസി വ്യവസായി. അവരെ രണ്ടുപേരും SIT ചോദ്യം ചെയ്തു കഴിഞ്ഞപ്പോഴാണ് ഡി മണി എന്നൊരു കഥാപാത്രം ഉണ്ടെന്ന് മനസ്സിലായത്. അത് SIT കണ്ടെത്തി ശരിവെക്കുകയും ചെയ്തു. മണിയെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ച് പുറത്തു വരുന്ന വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ്. ഡി മണി എന്ന് പറയുന്ന ആള്, അയാള് ബാലമുരുകൻ എന്ന ആളാണ്. അയാൾക്ക് ജോലി വിഗ്രഹങ്ങൾ ഇന്ത്യയിൽ നിന്ന് കടത്തുക തന്നെ. ജയലളിത കാലം മുതൽ ഈ ബാലമുരുകൻ ഈ ഫീൽഡിൽ സജീവമാണ്. ഡിണ്ടിഗൽ സ്വദേശിയാണ് ബാലമുരുകൻ. ഡി മണി എന്ന് പറയുന്ന ഈ ബാലമുരുകൻ്റെ ഒരു ഇടനിലക്കാരനുണ്ട്. വിഗ്രഹങ്ങളൊക്കെ അടിച്ചു മാറ്റുന്നതിന് ഒരു ഇടനിലക്കാരൻ കൃഷ്ണൻ. അപ്പോൾ ഈ കഥാപാത്രങ്ങളെ SIT കണ്ടെത്തി കഴിഞ്ഞു. പുതിയ വിവരങ്ങളുടെ വെളിച്ചത്തിൽ 4 പഞ്ചലോക വിഗ്രഹങ്ങൾ ശബരിമലയിൽ നിന്ന് പോയിട്ടുണ്ട്. അത് SIT കണ്ടെത്തണം. നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറമാണ് ശബരിമലയിലെ കൊള്ള. ഇവിടെ നമുക്കറിയാം, പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സ്വത്തുക്കളുള്ള ഒരു ക്ഷേത്രം തന്നെയാണ്. സുപ്രീം കോടതി അത് പരിശോധിച്ചിട്ടുണ്ട്. അത് തട്ടിയെടുക്കാൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള കള്ളക്കടത്ത് സംഘങ്ങൾ സജീവമാണ്. ഈ കള്ളക്കടത്ത് സംഘം തിരുവനന്തപുരത്ത് പലരും മാറി മാറി ക്യാമ്പ് അടിച്ചിരിക്കുകയാണ്. ഈ പഞ്ചലോക വിഗ്രഹങ്ങൾ, പുരാതന ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങളൊക്കെ അതാരും എടുത്തു കൊടുക്കൂല, വിറ്റും കൊടുക്കൂല. പക്ഷെ അത് അവിടുന്ന് മോഷ്ടിച്ചുകൊണ്ട് പോകാനേ കഴിയുള്ളൂ. അങ്ങനെയാണ് ഈ വിഗ്രഹങ്ങളെല്ലാം, ഇന്ത്യയുടെ പുരാതനമായ വിഗ്രഹങ്ങൾ അത് മുഴുവൻ ഇവിടുന്ന് കടത്തിക്കൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സംഘം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ട്. അതിന് വേൾഡ് മാർക്കറ്റിൽ വലിയ വില കിട്ടുന്നതാണ്. കോടിക്കണക്കിന് രൂപ സമ്പാദിക്കാം. അപ്പോൾ അതിങ്ങനെ ഒരു സംഘം തിരുവനന്തപുരത്ത് പതിവായിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. അത് ബാലമുരുകനുമായിട്ട് ബന്ധപ്പെട്ടാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഏതെങ്കിലും വിഗ്രഹമോ പുരാവസ്തു സാധനമോ അവിടുന്ന് മോഷ്ടിച്ച് കടത്തിയാൽ അത് വാങ്ങാനായിട്ട് തിരുവനന്തപുരത്ത് സ്ഥിരമായി ആൾ നിൽക്കുന്നെന്നാണ് ഇപ്പം വരുന്ന വാർത്തകൾ. അതുകൊണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വത്ത് വിവരങ്ങൾ പുറത്ത് വെളിവായി കഴിഞ്ഞപ്പം സുപ്രീം കോടതിയിൽ നിന്ന് അത് പരിശോധനയ്ക്ക് ആൾ വന്ന് അവിടുത്തെ 1-2 അറകൾ തുറന്ന് പരിശോധിച്ചപ്പം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അമൂല്യങ്ങളായ രത്നങ്ങളുള്ള, സ്വർണ്ണാഭരണങ്ങളുള്ള സ്വത്തുക്കൾ ഇപ്പോഴും അവിടെ ഉണ്ട് എന്ന് മനസ്സിലായപ്പം പത്മനാഭസ്വാമിയുടെ ക്ഷേത്രത്തിലെ സെക്യൂരിറ്റി ഇപ്പോൾ ഒരു SP കീഴിലാണ്. എല്ലാ ക്ഷേത്രത്തിൻ്റെ 4 മെയിൻ വാതിലിൻ്റെ അവിടെയും സെക്യൂരിറ്റി ടൈറ്റ് ആക്കിയിട്ടുണ്ട്. അത് കിഴക്കേ നടയിലും പടിഞ്ഞാറേ നടയിലും തെക്കും വടക്കുമുള്ള നടകളിലൊക്കെ ഇപ്പം പോലീസ് സന്നാഹങ്ങളുണ്ട്. ഏകദേശം 200-300 പോലീസുകാരാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ സെക്യൂരിറ്റി നോക്കുന്നത്. അതിൽ DYSP റാങ്കിലും സർക്കിൾ ഇൻസ്പെക്ടർമാരും സബ് ഇൻസ്പെക്ടർമാരും അതിൽ ഏറ്റവും മുകളിലായിട്ട് ഒരു SP ഉണ്ട്. 24 മണിക്കൂറും അവിടെ മോണിറ്റർ ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ കാണാം നമുക്ക്. അവിടെ നിന്നൊന്നും കടത്താനായിട്ട് ഇനി കഴിയില്ല എന്ന് കരുതുന്നു. എങ്കിലും അവിടെ പല രീതിയിലുള്ള തന്ത്രങ്ങൾ പ്രയോഗിച്ച് അവിടുത്തെ മൂല്യമായ ചില വസ്തുക്കൾ കടത്തിക്കൊണ്ട് പോയിട്ടുണ്ട്. അത് കടത്താൻ ശ്രമിക്കുന്നുമുണ്ട്. അതിങ്ങനെ നിർബാധം തുടർന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് സെക്യൂരിറ്റി അവിടെ ടൈറ്റാക്കി. പത്മനാഭസ്വാമി ക്ഷേത്രത്തിനെക്കാട്ടിലും കൂടുതൽ സെക്യൂരിറ്റി ആവശ്യം അത് നമുക്ക് ശബരിമലയിൽ തന്നെയാണ്. അവിടെ സെക്യൂരിറ്റിക്ക് അവരെ ശബരിമലയെ കയറാൻ വരുന്നവരുടെ കാര്യങ്ങൾ നോക്കാനും അതിനുള്ള സെക്യൂരിറ്റി അല്ലാതെ അവിടുത്തെ പ്രോപ്പർട്ടിയുടെ മൂലവിഗ്രഹത്തിൻ്റെ അവിടുത്തെ പ്രത്യേക സെക്യൂരിറ്റി തന്നെ ഒരു SP കീഴിൽ അവിടെ ഒരു വിജിലൻസിൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഒരു SP ഉണ്ട്. ആ SP കൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനമില്ല.
സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ അവിടെ ഒരു SP റാങ്കിലൊരാൾ സന്നിധാനത്ത് വേണം, പ്രത്യേക ഹൗസ് വേണം. കാരണം ഇപ്പോഴത്തെ ഇതിൽ നിന്ന് നമ്മളൊരു പാഠം ഉൾക്കൊള്ളണം. അവിടുന്ന് എന്തൊക്കെ അടിച്ചുകൊണ്ട് പോയിട്ടുണ്ടെന്ന് നമുക്കറിയില്ല. കഴുകന്മാർ അവിടെ ചുറ്റി പറക്കുന്നുണ്ട്. അതുകൊണ്ട് അതിനൊരു പ്രത്യേക ഏരിയ ഫെൻസ് ചെയ്ത് അതിനകത്താക്കണം. ശബരിമല ക്ഷേത്രത്തിൻ്റെ ചുറ്റുവട്ടത്ത് നല്ല ഫെൻസിങ് ഉള്ള ഒരു സ്ട്രെങ്തനിങ് ഉള്ള ഒരു സംവിധാനം വന്നേ പറ്റുള്ളൂ. അത് ക്ഷേത്രത്തിൻ്റെ 5-6 കിലോമീറ്റർ അകലെ കൂടെ ആയാലും കുഴപ്പമില്ല. അതിനുള്ളിൽ ആര് പ്രവേശിച്ചാലും അപ്പം അറിയണം. അതുകൊണ്ട് ശബരിമലയിലെ സെക്യൂരിറ്റി ടൈറ്റൻ ചെയ്യേണ്ട ആവശ്യകത ഇപ്പോൾ ഈ കള്ളക്കടത്തുകാരും അതുപോലെ തന്നെ ശബരിമല ദേവസ്വം ബോർഡിൻ്റെ ഭാരവാഹിയും സ്വർണം കടത്തുന്നതിൽ നിന്ന് നമ്മൾ എന്താണ് പാഠം ഉൾക്കൊള്ളേണ്ടത്? ഏതായാലും ഹൈക്കോടതി ആ രീതിയിലൊരു നിർദ്ദേശം വയ്ക്കും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം നമ്മളെക്കാട്ടിലും കൂടുതൽ വിവരങ്ങൾ ഹൈക്കോടതിയുടെ കയ്യിലുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ദീർഘദൃഷ്ടിയോടെ ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞല്ലോ, ഇവിടുന്ന് ഇന്റർനാഷണൽ കള്ളക്കടത്തുകാരെ ഒരാളുടെ പേര് പറഞ്ഞു, അയാളെ പോലെയുള്ള ആൾക്കാർ ഇവിടെ നിരന്തരം നടക്കുന്നുണ്ട് എന്ന് ദീർഘദൃഷ്ടിയോടെ ശബരിമലയിലെ കേസ് നോക്കുന്ന ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത് അത് എത്രയോ 100% സത്യമായിരുന്നെന്ന് ഇപ്പം നമുക്ക് ബോധ്യമായി. അതിനകത്ത് കാലാകാലങ്ങളിൽ വരുന്ന ഗവൺമെന്റിന്റെ ഏജന്റുമാർ ഈ രീതിയിലുള്ള കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുക, ഇവിടുന്ന് പണം അടയ്ക്കുകയും ചെയ്യുന്നുണ്ടെന്ന് ഡിവിഷൻ ബെഞ്ചിന് അറിയാം. അതുകൊണ്ട് രാഷ്ട്രീയപരമായി ഹൈക്കോടതിയുടെ ഈ നീക്കത്തെ തുരങ്കം വയ്ക്കാനായിട്ട് ശ്രമിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് SIT സംഘം അടിയന്തരമായിട്ട് ഇതിനകത്ത് ഇനി 3-4 പേരെ അവർക്ക് അറസ്റ്റ് ചെയ്തുകൊണ്ടു, അതിലപ്പുറത്തോട്ട് വരില്ല. അവരെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണം. കാരണം ഇവർ വെളിയിൽ നിൽക്കുന്നത് തെളിവ് നശിപ്പിക്കാനുള്ള സംവിധാനം ഒരുക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയമില്ല. കാരണം ശബരിമലയിലെ ആ വിജയ് മല്യയുടെ ഒരു മഗസറിന്റെ കോപ്പി അത് അടിച്ചു മാറ്റിയിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഫോട്ടോസ്റ്റാറ്റൊക്കെ എടുത്ത് SIT വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് SIT വന്ന ശേഷമാണ് പലതും മാറ്റിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കാം. കാരണം തെളിവ് നശിപ്പിക്കാനുള്ള കൂട്ടു നിൽക്കുകയാണ്. ഇപ്പം തന്നെ 2 സീനിയർ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇവരെ മോണിറ്റർ ചെയ്യാൻ തുടങ്ങി എന്നുള്ള വാർത്തകളും വെളിയിൽ വരുന്നുണ്ട്. അതുകൊണ്ട് അടിയന്തരമായിട്ട് ഗവൺമെന്റ് മുഖം നോക്കാതെ, രാഷ്ട്രീയ പിന്തുണ നോക്കാതെ ശബരിമലയ്ക്ക് ഒരു പ്രത്യേക സെക്യൂരിറ്റി ഓഫീസറെ ഒരു DIG റാങ്കോ IG റാങ്കിലായാലും കുഴപ്പമില്ല വേണം അവിടെ. കാരണം ശബരിമലയുടെ സ്വത്ത് ഇനിയെങ്കിലും അവിടുത്തെ ശബരിമല അയ്യപ്പനെ അടിച്ചുകൊണ്ട് പോകാനുള്ള ശ്രമവും വരെ നടക്കും. അതുകൊണ്ട് അത് തടയണം. കാരണം എത്രയോ ലക്ഷം ആൾക്കാർ വന്നു പോകുന്നതാണ്. കേരളത്തിലെ 1250 ക്ഷേത്രങ്ങളിലെ ജീവനക്കാർക്ക് പണം കൊടുക്കുന്നതിൽ ശബരിമല അയ്യപ്പന്റെ അവിടെ നിക്ഷേപിക്കുന്ന പണം എടുത്തിട്ടാണ് കൊടുക്കുന്നത്. നമ്മൾ ആലോചിക്കണം. എത്രയോ കുടുംബങ്ങൾ അയ്യപ്പന്റെ അവിടുത്തെ വരവിന്റെ പണം ഉപയോഗിച്ചിട്ടാണ് കേരളത്തിൽ കഴിയുന്നത്. അതിന് വിഘാതം ഉണ്ടാകാൻ പാടില്ല. ഇനിയും ധാരാളം ക്ഷേത്രങ്ങൾ ദേവസ്വം ബോർഡിന്റെ കീഴിൽ വരും. പ്രൈവറ്റായ ധാരാളം ക്ഷേത്രങ്ങൾ കേരളത്തിലുണ്ട്. അതൊക്കെ പുരാതന കാലം മുതലുള്ള ക്ഷേത്രങ്ങളുണ്ട്. അതിനൊന്നും ദേവസ്വം ബോർഡിന്റെ കീഴിൽ വന്നിട്ടില്ല. പക്ഷെ അത് എത്രയുണ്ടെന്നും അത് കൃത്യമായി കണ്ടെത്തിയിട്ട് അവിടുത്തെ സെക്യൂരിറ്റി ടൈറ്റൻ ചെയ്യണം. കാരണം വിലമതിക്കാത്ത പുരാതനമായ ബിംബങ്ങള്, സ്റ്റാച്ചുകള്, അതുപോലെയുള്ള ദേവസ്വം ഈ അമ്പലങ്ങളിൽ സൂക്ഷിക്കുന്ന പുരാതന സാധനങ്ങൾ ചെമ്പായിട്ടും അതുപോലെ സ്വർണമായിട്ടും വെള്ളിയായിട്ടും ഒക്കെ അവിടെ ഉണ്ട്. ചെറുതും വലുതുമായ ധാരാളം. അവയുടെ കണക്കുകൾ വേണം. അത് കൃത്യമായി പരിരക്ഷിക്കപ്പെടണം. ഇന്ത്യയുടെ മൂല്യം, നമ്മുടെ മൂല്യം നമ്മൾ മനസ്സിലാക്കി വേണം പ്രവർത്തിക്കാൻ. അതുകൊണ്ടാണ് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലുമുള്ള അമ്പലങ്ങളും പ്രൈവറ്റ് അമ്പലങ്ങളും കുടുംബ അമ്പലങ്ങളും ഒക്കെ അവിടെ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന വലിയ അമൂല്യ നിധികളാണ്. അത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്, ഇന്ത്യയുടെ പൈതൃകത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും അത് സംരക്ഷിക്കപ്പെടണം. ജാതി മതം നോക്കാതെ സംരക്ഷിക്കപ്പെട്ടേ കഴിയുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പം തന്നെ ശബരിമലയിലെ നമ്മൾ ആലോചിക്കണം. അവിടുത്തെ 4 പഞ്ചലോക വിഗ്രഹത്തിന്റെ കണക്കൊന്നും നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു. അതിൻ്റെ വിവരങ്ങൾ ഇപ്പം വെളിയിൽ അടിച്ചുകൊണ്ട് പോയെന്ന് കണ്ടപ്പോഴാണ് ശബരിമലയിലെ ഇതുപോലെയുള്ള എത്ര വിഗ്രഹങ്ങളുണ്ടെന്നുള്ളതൊക്കെ നമ്മുടെ തലയിലോട്ട് കയറി വരുന്നത്. മൂല വിഗ്രഹത്തിലെ കൃത്രിമം കാണിച്ചിട്ടുണ്ടോ എന്ന് ആദ്യം പരിശോധിക്കട്ടെ. ഉപദേവതാ വിഗ്രഹങ്ങൾ ധാരാളം അവിടെയുണ്ട്. താഴികക്കുടങ്ങളുണ്ട്. സ്വർണത്തിൻ്റെയാണ് താഴികക്കുടങ്ങൾ. വെള്ളി, പിത്തള, ഓട്, പാത്രങ്ങൾ ലക്ഷക്കണക്കിനുണ്ടാവും. ഇതൊക്കെ എവിടെ സൂക്ഷിച്ചിരിക്കുന്നു, ആര് സൂക്ഷിക്കുന്നതിനൊക്കെ കണക്കുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ശബരിമലയിലെ പത്മനാഭസ്വാമി ക്ഷേത്രം പോലെ തന്നെ
അടിയന്തരമായിട്ട് സെക്യൂരിറ്റി അത് ഗവൺമെന്റ് മുഖ്യമന്ത്രി അത് കരുതണം, DGP അത് ശ്രദ്ധിക്കണം. അടിയന്തരമായിട്ട് ഒരു സെക്യൂരിറ്റി വിങ് അവിടെ വന്നിരിക്കണം. ഇനിയെങ്കിലും ഇത് നമുക്ക് തടയണം. അതൊരു DIG റാങ്കിലോ IG റാങ്കിലോ ആയാലും കുഴപ്പമില്ല. ശബരിമലയിലെ പ്രതിഷ്ഠയ്ക്ക് ചുറ്റളവിലെ 5 കിലോമീറ്റർ ചുറ്റളവിൽ അത് പരിരക്ഷിക്കപ്പെടണം. കാരണം പമ്പയിൽ നിന്ന് ശബരിമല കയറി എത്താൻ 5 കിലോമീറ്റർ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആ 5 കിലോമീറ്റർ ഫോറസ്റ്റിന്റെ കയ്യിലാണെങ്കിലും ശരി, അവിടെ ഫോറസ്റ്റുമായിട്ട് യോജിച്ച് ഫെൻസിങ് തയ്യാറാക്കി അത്രയോ സ്ഥലം നമുക്ക് സംരക്ഷിക്കപ്പെടേണ്ട ആവശ്യമുണ്ട്. അതൊരു IPS ഓഫീസർ, DIGയോ IG റാങ്കിലുള്ളതായിരിക്കണം. ശബരിമലയിൽ ആവശ്യമുള്ള സ്ട്രെങ്ത് ഡ്യൂട്ടിക്ക് പോകുന്നവരല്ല ഞാൻ പറയുന്നത്, പെർമനൻ്റ് ആയിട്ട് അത് സംരക്ഷിക്കാൻ. കേരളത്തിലെ ഏറ്റവും മൂല്യമായ ഒരു അമ്പലമാണ്, അതുകൊണ്ട് നമുക്കത് സംരക്ഷിക്കപ്പെടണം. അതുകൊണ്ട് അതിനെല്ലാം അവിടുത്തെ സംരക്ഷിക്കപ്പെടുന്നത് വെറുതെ പണം ചിലവൊക്കെ സംരക്ഷിക്കപ്പെടേണ്ട ആവശ്യമില്ല. അതിൻ്റെയൊക്കെ പണം അവിടെ ധാരാളം വന്നു വീഴുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അത് പരിരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഒരു സെക്യൂരിറ്റി വിങ് അടിയന്തരമായിട്ട് ശബരിമലയിൽ വേണം. കാരണം തെളിവുകൾ പലതും നശിച്ചു പോവുകയാണ്. ഏതായാലും കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് SIT പോകണം. ഇപ്പം അടുത്ത ദിവസം ശങ്കരദാസിനെയും വിജയകുമാറിനെയും ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അവരും അറസ്റ്റിലേക്ക് പോയല്ലേ പറ്റുള്ളൂ. അവരുടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി 3-4 പേരിലും കൂടെ അന്വേഷണം തീരും. അതിൻ്റെ മുകളിലോട്ട് ഹയർ ആയിട്ടുള്ള ആൾക്കാർക്ക് പങ്കുണ്ടോ ഇല്ലെങ്കിൽ ചെറിയ രീതിയിലെങ്കിലും പങ്കുണ്ടെന്ന് തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ അറസ്റ്റ് ഉടനെ നടപ്പാക്കണം. കാരണം ഇത് അടിയന്തരമായിട്ട് തീർക്കണം. ഇങ്ങനെയുള്ള വ്യക്തികൾ ആരൊക്കെയാണെന്ന് അറിഞ്ഞാൽ അവരെ അറസ്റ്റ് ഉൾപ്പെടുത്തി അവർ ജാമ്യത്തിൽ നിന്നോട്ടെ, അവരുടെ വഴിക്ക് ജാമ്യം എടുക്കുകയോ അല്ലെങ്കിൽ കേസിൽ നിന്ന് ഊരിപ്പോകാനൊക്കെ അവർ ശ്രമിച്ചോട്ടെ. SITയുടെ ഉത്തരവാദിത്തം ഇനി 3-4 പേരിലേക്ക് അറസ്റ്റ് നീങ്ങണം. അത് അടിയന്തരമായിട്ട് നീക്കണം. ശങ്കരദാസിനെയും വിജയദാസിനെയും കഴിഞ്ഞാൽ ഇനി ഒരു 4 പേരുടെ അറസ്റ്റോട് കൂടി ഇതിൻ്റെ അന്വേഷണത്തിലെ ഒരു ലെവലിലെത്തും. തൊണ്ടി സാധനം കിട്ടി ഇനി കിട്ടാനുള്ള സാധ്യത വളരെ വിരളമാണ്. വിദേശത്ത് പോയതൊക്കെ വർഷക്കണക്കിനും വർഷക്കണങ്ങൾ എടുത്തെങ്കിൽ മാത്രമേ തിരിച്ചു കിട്ടാൻ കഴിയുള്ളൂ. അത് നമുക്ക് വളരെ റിമോട്ട് ചാൻസുകളാണ് ഇപ്പം. അതുകൊണ്ട് ഇപ്പോഴത്തെ കേസിൻ്റെ അന്വേഷണം അടിയന്തരമായിട്ട് തീർക്കണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ 3-4 പേരുടെ അറസ്റ്റ് സംശയം SITക്ക് ഉണ്ടെങ്കിൽ ആ സംശയം നിവൃത്തിക്കായിട്ട് അവരെ അറസ്റ്റ് ചെയ്യണം. കാരണം അവർ വെളിയിൽ നിൽക്കുന്നത് ശബരിമലയെ പല രീതിയിലുള്ള ശല്യങ്ങൾ എവിഡൻസ് നശിപ്പിക്കാനൊക്കെ ശ്രമിക്കും. അതുകൊണ്ട് അടിയന്തരമായിട്ട് ആ 3-4 പേര്, അവർ സംശയിക്കുന്ന 4 പേരെ ഏറ്റവും ഉന്നതരായാലും ശരി അറസ്റ്റ് ഉൾപ്പെടുത്തിയിട്ട് രാഷ്ട്രീയപരമായി ഇത് മുതലെടുക്കാൻ ആരെ അനുവദിക്കാതെ SIT ശ്രദ്ധിക്കണം. ഹൈക്കോടതി അത് തന്നെയാണ് കാക്ഷിക്കുന്നത്, ഹൈക്കോടതി അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്.